വെൽക്കം ബാക്ക് ടു മൈ അമ്പാടിക്കണ്ണൻ ആർമി ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നവരാത്രി ആഘോഷങ്ങളൊക്കെ ആയിട്ട് അമ്പലങ്ങളൊക്കെ ഫുൾ തിരക്കാണ്. അപ്പോൾ നമുക്ക് ആസാമിലെ അമ്പലങ്ങളിലെ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാലോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 3 അമ്പലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതാണ് ആദ്യത്തെ അമ്പലം കേട്ടോ. ഇവിടെ നമ്മളുടെ നാട്ടിൽ കുഞ്ഞുമക്കൾ ഹരിശ്രീയൊക്കെ എഴുതൂലേ, ഈ പുസ്തക പൂജ, വാഹന പൂജ. അപ്പം നമ്മൾ കുട്ടികളെ ഹരിശ്രീയൊക്കെ എഴുതിപ്പിക്കും. അതേപോലെയാണ് ഇവിടെ കുഞ്ഞുമക്കളെ ഇങ്ങനെ ഇരുത്തിയിട്ട് പൂജ ചെയ്യിപ്പിക്കുക, അങ്ങനെ ഓരോ പ്രാർത്ഥനയൊക്കെ ചെല്ലുക, പിന്നെ ദീപങ്ങളൊക്കെ നിറയെ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവരുണ്ടാക്കിയ ദൈവങ്ങളാണ് കേട്ടോ. ഇവരുണ്ടാക്കിയതാണ്. നമ്മൾ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവരുണ്ടാക്കുന്ന ദൈവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ ദീപങ്ങളൊക്കെ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഫുൾ പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ അമ്പലം. ഇനി നമ്മൾക്ക് രണ്ടാമത്തെ അമ്പലത്തിലോട്ട് പോവാം. അങ്ങനെ ഓരോരോ ഭാഗത്തായിട്ട് ഓരോരോ അമ്പലങ്ങൾ ഇവരുണ്ടാക്കിയതാണ്. നവരാത്രി കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇതെല്ലാം മാറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അമ്പലം. ഓക്കെ, നമുക്ക് അകത്തോട്ട് ചെല്ലാം. അപ്പോൾ സെയിം ഇവിടെയും ഇതുപോലെ തന്നെയാണ്. ഒരു ദുർഗാദേവിയാണ് കേട്ടോ. ദുർഗാദേവിയുടെ പ്രതിഷ്ഠയാണ് കാണുന്നത്. ഓക്കെ, കുഞ്ഞു മക്കളെ അവിടെ ഇരുത്തിയിട്ട് അതേപോലെ പൂജ ചെയ്യുക. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ആ സൈഡിൽ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ പൂജ ചെയ്യുക. നാട്ടിലെ പോലെ ഞാൻ വീണ്ടും പറയുന്നു, ഹരിശ്രീ എഴുതുന്ന പോലെ കുട്ടികളെ ഇവിടെ ഇരുത്തിയിട്ട് പൂജ ചെയ്യിപ്പിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് ദുർഗാദേവിയാണ്. ഇങ്ങനെയൊക്കെയാണ് ആസാമിലെ വിശേഷങ്ങൾ കേട്ടോ. ഓരോ അമ്പലങ്ങളും ഇതുപോലെ ഓരോരോ ഭാഗത്തായിട്ട് ഇതുപോലെ കെട്ടിയിട്ട് ആഘോഷിക്കുക. ഓക്കെ, അപ്പോൾ ആ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൻ്റെ നല്ല അടിപൊളി കുളമുണ്ട്. അടിപൊളിയാണ്. അവിടെ നടുവിൽ ദൈവങ്ങളെയൊക്കെ വെച്ചിട്ട് സൂപ്പറാണ്. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നമ്മൾക്ക് അടുത്ത അമ്പലത്തേക്ക് പോയാലോ. ഇതാണ് മൂന്നാമത്തെ അമ്പലം കേട്ടോ. ഇതാണ് അമ്പലം. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മാനിനെ കുട്ടികൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പോലെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതേപോലെ ദുർഗാദേവിയും അങ്ങനെ കുറേ ദൈവങ്ങൾ ഇവരുണ്ടാക്കിയതാണ് കേട്ടോ. പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട അമ്പലം പോലെ തന്നെയാണ് ഇവിടെ കേട്ടോ. പൂജകളും പിന്നെ ഇത് അവരുണ്ടാക്കിയ ദൈവങ്ങൾ തന്നെയാണ്. ദുർഗാദേവിയും പിന്നെ പേരുകൾ അറിയില്ല, പക്ഷെ മെയിൻ ദുർഗാദേവിയാണ് നവരാത്രിക്ക് ഇവിടെ പൂജ ചെയ്യാം. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇതുപോലെ നിറയെ ദീപങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മളിവിടെ ദീപം കത്തിച്ചാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും എന്നാണ് ഇവിടുത്തെ ആരുടെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ. ബൈ ഓൾ.